നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അക്ഷര കമള തടിച്ചു അല്ലേ പരസ്യമായിട്ട്? സാരമില്ല, വൈകിട്ട് നമുക്ക് കേടും പലിശയും ചേർത്ത് കൊടുക്കാം. സുനിത ഓക്കെ അല്ലേ? ഈ കാര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാ സാറേ ഞാൻ ഓക്കെ. ഗുഡ്. അല്ല, വൈകിട്ടെന്താ പരിപാടി? പറയാം. രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടാവൂലേ? ഇരിക്കെ. നീ ഞങ്ങളെ ഇരുത്താൻ നോക്കണ്ട. അയ്യോ, ഞാൻ ആരായിരുത്താൻ? അപ്പനെ മോളെ ഒറ്റക്കാലെ നിർത്താൻ വേറെ ആളുണ്ടല്ലോ. അക്ഷരയുടെ മോളിലത്തെ റൂമില് കൂമൻ കുത്തിയിരിപ്പുണ്ട്. അക്ഷരയ്ക്ക് നല്ല സുഖമില്ല. ഓ പിന്നെ ചൂക്കേട്. ഞാൻ പുറത്തു പോയ തക്കം നോക്കി പൊന്നുമോളെ ഇവിടെ കൊണ്ടാക്കിയില്ലേ. ആശുപത്രിയിൽ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. അക്ഷര പൊന്നുമോളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ എടുത്തിട്ടങ്ങ് കുടഞ്ഞു അല്ലേ? നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? കാഞ്ചനയ്ക്കാണോ വിവരം കിട്ടാൻ പാട്? അയ്യോ, ഭയങ്കര സംഘടന രംഗമൊക്കെ ആയിരുന്നു എന്ന് കേട്ടു. നീ നിന്റെ കാര്യം നോക്കുക കാഞ്ചനെ. എന്തായാലും എന്റെ ദൈവവിശ്വാസം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. കളിക്കുന്നത് ക്രിസ്തു ആയാലും കൃഷ്ണനായാലും. നിനക്ക് സന്തോഷിക്കാൻ മാത്രം തൽക്കാലം ഒന്നുമില്ല. ഒരു ശുദ്ധികലശം ആശുപത്രിയിൽ നടത്തി. അതിനെ ആംബ്യൂട്ടേഷൻ എന്നോ ലേസർ ട്രീറ്റ്മെന്റ് എന്നോ ഒക്കെ പറയാം. വേണ്ടാത്ത ഭാഗം മുറിച്ചു കളഞ്ഞു. ഓ, അല്ലെങ്കിൽ കരിച്ചു കളഞ്ഞു, അത്രേ ഉള്ളൂ. ആ ട്രീറ്റ് വേണമെങ്കിൽ ഇവിടെയും നടക്കും. എന്താ? നമുക്ക് നോക്കാം. ആ പിന്നെ കുടിക്കാൻ വല്ലതും വേണോ? ഉപ്പിട്ട നാരങ്ങ വെള്ളോ അങ്ങനെ മറ്റു വല്ലതും? അല്ല, നല്ല പരവേശം കാണൂന്ന് എനിക്കറിയാം. അയ്യോ, നിന്റെ കൈ കൊണ്ടൊന്നും വേണ്ടായേ. ഓ, ചുമ്മാ ചോദിച്ചേ ഉള്ളൂ. സാർ വിഷമിക്കണ്ട. ഞാനൊന്ന് മുകളിലേക്ക് ചെല്ലട്ടെ സാർ. രണ്ടാളൂടെ ഉണ്ടായിരുന്നോ? ഒച്ചയനക്കൊന്നും കേൾക്കാഞ്ഞപ്പോ ഞാൻ കരുതി രണ്ടാളും ഉറങ്ങിപ്പോയെന്ന്. അമ്മ മിണ്ടുന്നില്ലച്ചാ, പിണങ്ങിയിരിക്കുക. അമ്മ പിണങ്ങിയതൊന്നല്ല. പിന്നെ മുഖം വീർപ്പിച്ചിരിക്കുന്നതോ? അതേ, അമ്മയുടെ മുഖത്തൊരു കുളവി കുത്തി. കിളവിയോ? കിളവിയല്ല, കുളവി. ഈ ഹണീബി പോലത്തെ. സുനിത എന്ന കുളവിയുടെ അല്ല ഹണീബിയുടെ പേര്. ശ്രുതിമോളെ അപ്പുറത്ത് പോയി കളിച്ചു.
എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ആ മിടുക്കി. എന്നാ പോയി നല്ല കുട്ടിയായിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്തു. എന്താ അക്ഷര ഇത്? പകലത്തെ സംഭവം ഇതുവരെ വിട്ടില്ലേ? അറിയാവുന്ന ഭാഷയിൽ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. കണ്ണടച്ച് കുറച്ചു നേരം കിടക്ക്. നന്നായി ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ജന്മത്തിന് എനിക്ക് ഉറക്കം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ, നിദ്രാദേവി നീയുമായിട്ടുള്ള കൂട്ടുവെട്ടിയോ? കണ്ണടച്ച അവളുടെ പരിഹാസ ചിരിയ മുമ്പില് അവള് വിളിച്ചു പറഞ്ഞ ഓരോ വാക്കുകളും കുപ്പിച്ചില്ല പോലെ കാതിൽ വന്ന് തറയ്ക്കുക. ഒന്നുമില്ല, അവനവന്റെ മനസ്സിന്റെ കടിഞ്ഞാൺ അവനവന്റെ കൈയിരുന്നാ മതി. അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾക്ക് മുമ്പിൽ മനസ്സിന്റെ വാതിൽ കൊട്ടിയടച്ച് കുറ്റിയിട്ടേക്കുക. അത്ര തന്നെ. ഞാൻ കാരണം നിങ്ങൾക്ക് നാണക്കേടായില്ലേ? ഡോക്ടർ നിരഞ്ജന്റെ ജീവിതത്തിലെ ഒരപമാനത്തിന്റെ കറുത്ത കറയായി അക്ഷരം മാറി. ഇതൊക്കെ നിനക്ക് തോന്നുന്നതും നീ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതും അല്ലേ? എനിക്കൊരു അപമാനവും ഇല്ല. നിന്നെക്കുറിച്ച് അഭിമാനത്തോടെ മാത്രമേ ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ ഉൾപ്പെടെ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആത്മാഭിമാനത്തിന്റെ കഴുത്തൊടിയുവോളം നിരഞ്ജന്റെ തല നേരെ തന്നെ നിൽക്കും. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർക്കുമ്പോഴാ. അതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ട് എന്താ കാര്യം? കാലവും വിധിയും ജാതകവും ആർക്കും മാറ്റാനാവില്ല. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാകൂ. അത് നരനായാലും നാരായണനായാലും. അതുകൊണ്ടാണല്ലോ എല്ലാം മുൻകൂട്ടി അറിയുന്ന ഭഗവാൻ ശ്രീരാമന് പോലും പട്ടാഭിഷേകത്തിന് തൊട്ടു മുമ്പ് സിംഹാസനം വെടിഞ്ഞ് വനവാസത്തിന് പോകേണ്ടി വന്നത്. അടുത്ത വളവിൽ എന്താണ് കാത്തിരിക്കുന്നത് എന്നറിയാതെ, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെയുള്ള ഒരു യാത്രയാണ് ജീവിതം. എന്നുവെച്ച് യാത്ര തുടരാതിരിക്കാനാവൂ? ശ്രദ്ധയോടെ കരുതലോടെ സൂക്ഷിച്ചു മുമ്പോട്ട് പോവുക. ഒന്നു മാത്രം ഞാൻ പറയാം, ഏത് മഹാപ്രളയം വന്നാലും നിന്റെ കൈ പിടിച്ച് ഞാനുണ്ടാവും. കുത്തൊഴുക്കിൽപ്പെട്ട് ഞാൻ പോവും വരെ. എടുക്കുന്നില്ലല്ലോ. എന്റെ ഫോണിലേക്ക് വിളിക്കാൻ നീ ആരാടി? ഞാൻ ആരാണെന്ന് നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ?